നമസ്കാരം, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം ടോക്സിലേക്ക് സ്വാഗതം. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കേരള ബാങ്ക് പരീക്ഷകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നമ്മളിവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സിലബസ് ഓറിയൻറ്റഡുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ, ലൈവ് സെക്ഷൻസ്, നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. വരാൻ പോകുന്ന പരീക്ഷകൾ, ഇപ്പം ഈ പറയുന്ന സഹകരണ ബോർഡ് എക്സാം ആണെങ്കിൽ കൂടെ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പം കേരള ബാങ്ക് ഇൻസ്പെക്ടറൊക്കെ കൃത്യമായിട്ട് പഠിക്കുന്നവർക്കുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാം. നമസ്കാരം. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മളിന്ന് ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ, അതുപോലെ ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ, ഈ രണ്ട് ടോപ്പിക്കും ഒരേ കാര്യം തന്നെയാണ് പറയണത്. അതായത് ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് കോപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഹിസ്റ്ററിയാണ്. അതുതന്നെയാണ് ഈ പറയുന്ന ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ, കോപ്പറേറ്റീവ് ലോയ്ക്കകത്ത് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ആ പാഠഭാഗങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒന്നുകൊണ്ട് ക്വസ്റ്റ്യൻ നോക്കാം. അതിനുശേഷം നമുക്ക് ആ പോർഷൻസ് കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചേ. ക്വസ്റ്റ്യൻ നോക്കിയേ. ഗവൺമെൻറ് ഡാഷ് പ്രൊവൈഡ് ലോൺസ് ടു അഗ്രികൾച്ചറിസ്റ്റ് ഈസ് നോൺ ആസ് ഡാഷ് ലോൺസ്. ഗവൺമെൻറ് ഡാഷ് പ്രൊവൈഡ് ലോൺസ് ടു അഗ്രികൾച്ചർ ഈസ് നോൺ ആസ് ഡാഷ് ലോൺസ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ എന്ന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഡാഷ് ഈസ് ദ ഫസ്റ്റ് മ്യൂച്വൽ എയ്ഡഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ. ഡാഷ് ഈസ് ദ ഫസ്റ്റ് മ്യൂച്വൽ എയ്ഡഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതിനുവേണ്ടി വേറെ എങ്ങും തേടി പോകണ്ട. നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ലഭിക്കുന്നതായിരിക്കും. അപ്പം ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ആണ്. അതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ ആണോ? ഓക്കെ അല്ലേടേ? അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് ആൻസർ കിട്ടും. ഓക്കെ, പറയുന്ന ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ആ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ് മുഴുവനോടെ കാണുക, മനസ്സിലാക്കുക, കൃത്യമായിട്ട് നോട്ട്സ് നിങ്ങളുടേതായ രീതിയിൽ എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ ഓക്കെ അപ്പോൾ ഹെഡിങ് കൊടുക്കുക, ഡെക്കാൻ റയോട്ട്സ് കമ്മീഷൻ. ഡെക്കാൻ റയോട്ട്സ് കമ്മീഷൻ 1875. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡെക്കാൻ റയോട്ട്സ് എന്ന് പറയുമ്പം മഹാരാഷ്ട്ര, അതുപോലെ പൂനെ, അഹമ്മദാനഗർ ഇവിടെയുള്ള കർഷകർ 1875 കാലഘട്ടത്തിൽ നേരിട്ടുകൊണ്ടിരുന്ന മണി ലെൻഡേഴ്സിൽ നിന്നുള്ള ചൂഷണം, അതുപോലെ പീഡനം, അതല്ലെങ്കിൽ അടിമപ്പണി ചെയ്യിക്കുന്ന രീതിയിൽ മണി ലെൻഡേഴ്സ് അവരെ മാക്സിമം ആ കർഷകരെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അങ്ങനെ ചൂഷണം ചെയ്യുകയും അടിച്ചമർത്തപ്പെടുകയും ചെയ്ത ഒരു വിഭാഗം കർഷകർ, ഡെക്കാൻ ഏരിയയിലെ കർഷകർ, അവരാണ് ഈ പറയുന്ന ഡെക്കാൻ റയോട്ട്സ് രൂപീകരിച്ചത്. എന്നാൽ ഈ പറയുന്ന ഡെക്കാൻ റയോട്ട്സിനെ അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് രാജ്യം ഭരിച്ചിരുന്നത്. ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ പറയുന്ന ഡെക്കാൻ റയോട്ട്സിനെ അടിച്ചമർത്തുകയും തുടർന്ന് ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെ ഈ പറയുന്ന കർഷകരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കാൻ വേണ്ടി, പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്യുകയും ചെയ്തു. അതായത് ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ഒരു ഡെക്കാൻ റയോട്ട്സിനെ അടിച്ചമർത്തി. 1875 ഡെക്കാൻ റയോട്ട്സിനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെ അടിച്ചമർത്തി ശേഷം അവർ ഒരു കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്തു. ടു സ്റ്റഡി അബൌട്ട് ദ പ്രോബ്ലംസ് ഓഫ് അഗ്രികൾച്ചറിസ്റ്റ്. ടു സ്റ്റഡി അബൌട്ട് ദ പ്രോബ്ലംസ് ഓഫ് അഗ്രികൾച്ചറിസ്റ്റ്. അതാണ് ഡെക്കാൻ റയോട്ട്സ് കമ്മീഷൻ എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞ കാര്യങ്ങൾ? എന്താണ്? ഒന്നുകൂടെ ശ്രദ്ധിക്കുക. 1875 കാലഘട്ടം ഡെക്കാൻ ഏരിയാസിലെ കർഷകർ മണി ലെൻഡേഴ്സിൽ നിന്ന് ചൂഷണം, അടിച്ചമർത്തൽ, അങ്ങനെ മാക്സിമം പീഡനങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അവരൊരു ഡെക്കാൻ റയോട്ട്സ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചു. എന്നാൽ അതിനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അടിച്ചമർത്തി.
ശേഷം ഈ പറയുന്ന ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെ അപ്പോയിൻ്റ് ചെയ്തു. ആ കമ്മീഷൻ്റെ പേരാണ് ഡെക്കാൻ റേവ്സ് കമ്മീഷൻ 1875. അതായത് ഈ ഡെക്കാൻ റീജിയനിലുള്ള കർഷകരെ ഈ പറയുന്ന മണി ലെൻഡേഴ്സ് അവരുടെ ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഇപ്പം ഈടാക്കി വെച്ചിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ ആ സ്ഥലങ്ങൾ കയ്യേറുക, അതുപോലെ തന്നെ അവരെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കുക, മാക്സിമം അവരെ എന്ത് ചെയ്യുക, അടിച്ചമർത്തുക, പീഡിപ്പിക്കുക. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇവർ ഡെക്കാൻ റയോട്ട്സ് എന്ന് പറയുന്നൊരു സംഘടന രൂപീകരിച്ചത്. എന്നാൽ ഈ സംഘടനയെ, ഈ ഡെക്കാൻ റയോട്ട്സിനെ, അവരുടെ കൂട്ടായ്മയെ ഈ പറയുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തു, അടിച്ചമർത്തി. ശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെ ഈ പറയുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്തു ടു സ്റ്റഡി അബൌട്ട് ദ പ്രോബ്ലംസ് ഓഫ് അഗ്രികൾച്ചറിസ്റ്റ് ഇൻ ഡെക്കാൻ റീജിയൻ. കേട്ടോ, ഡെക്കാൻ റീജിയനിലെ മാത്രം കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കമ്മീഷൻ്റെ പേരാണ് ഡെക്കാൻ റിയോട്ട്സ് കമ്മീഷൻ. ഡെക്കാൻ റിയോട്ട്സ് കമ്മീഷൻ 1875. ഡെക്കാൻ റിയോട്ട്സ് കമ്മീഷൻ 1875. കേട്ടോ, ഓക്കെ ആണല്ലോ, മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങൾ? ഓക്കെ, ഈ കമ്മീഷൻ, ഈ ഡെക്കാൻ റിയോട്ട്സ് കമ്മീഷൻ റിപ്പോർട്ട് 1878 സമർപ്പിച്ചു. കേട്ടോ, ഡെക്കാൻ റിയോട്ട്സ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1878. ഈ റിപ്പോർട്ട് പ്രകാരം ബ്രിട്ടീഷ് ഗവൺമെൻറ് പുതിയൊരു ആക്ട് പാസ്സാക്കി. ആക്ടിൻ്റെ പേരാണ് ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് 1879. അപ്പം ഈ പറയുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ് കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ 1875 അപ്പോയിൻ്റ് ചെയ്തു. ഈ കമ്മീഷൻ റിപ്പോർട്ട് 1878 സമർപ്പിച്ചു. ഈ റിപ്പോർട്ട് പ്രകാരം, അത് ഈ കമ്മീഷൻ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് പ്രകാരം ബ്രിട്ടീഷ് ഗവൺമെൻറ് പുതിയൊരു ആക്ട് പാസ്സാക്കി. ഈ ആക്ടിൻ്റെ പേരാണ് ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് 1879. കൃത്യമായിട്ട് പഠിക്കണം. ഇത് എവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ്? ഇന്ത്യയിലെ മുഴുവനാണോ? അല്ല, ഓൺലി ഫോർ ദ അഗ്രികൾച്ചറിസ്റ്റ് ഓഫ് ഡെക്കാൻ റീജിയൻ. കേട്ടോ, ഡെക്കാൻ റീജിയനിലെ മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ആക്ട് രൂപീകൃതമായത്. എവിടെ? ഡെക്കാനിൽ. ഏത് ആക്ട്? ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് 1979, 1879. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? മറന്നു പോകല്, പഠിച്ചു വെക്കണം. 1875 ഡെക്കാൻ റിയോട്ട്സ് കമ്മീഷൻ, 1878 ഡെക്കാൻ റിയോട്ട്സ് കമ്മീഷൻ റിപ്പോർട്ട്, 1879 ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട്. മറന്നു പോകല്, പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ ഈ ആക്ട് പ്രകാരം, അതായത് 1879 ഡെക്കാൻ അഗ്രികൾച്ചർ റിലീഫ് ആക്ട് പ്രകാരം ലോൺ എടുത്തിട്ടുള്ള കർഷകർ, അതായത് ഇപ്പം ഈ പറയുന്ന മണി ലെൻഡേഴ്സ്, അവർക്കെതിരെ, അതായത് ലോൺ തിരിച്ചടച്ചില്ല എന്നുള്ള കാരണത്താൽ അവരെ അറസ്റ്റ് ചെയ്യാനോ അവരെ പീഡിപ്പിക്കാനോ അവരെ അടിമപ്പണികൾ ചെയ്യിക്കാനോ പാടില്ല എന്നൊരു വ്യവസ്ഥ ഈ ഒരു ആക്റ്റിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മൾ ഈടുവെക്കുന്ന, അതായത് കർഷകർ, അഗ്രികൾച്ചറിസ്റ്റ് ഈടുവെക്കുന്ന അവരുടെ പ്രോപ്പർട്ടി, അത് ഈ പറയുന്ന മണി ലെൻഡേഴ്സ് മറച്ചു വയ്ക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ തടഞ്ഞുകൊണ്ടുള്ളൊരു ആക്റ്റാണ് ഈ പറയുന്ന 1879 ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കണം കേട്ടോ. പറയുന്ന കാര്യങ്ങളൊക്കെ ഓരോ പോയിൻറ്റും നോട്ട് ചെയ്ത് പഠിച്ചു പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. അപ്പോൾ നമ്മൾ 3 പ്രധാനപ്പെട്ട വർഷങ്ങൾ പഠിച്ചു. 1875 ഡെക്കാൻ റിയോട്ട്സ് കമ്മീഷൻ, 1878 ഡെക്കാൻ റിയോട്ട്സ് കമ്മീഷൻ റിപ്പോർട്ട്, 1879 ഡെക്കാൻ റിയോട്ട്സ് കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയ ആക്ട് ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 1880 ഫാമിൻ കമ്മീഷൻ. FAMIN കേട്ടോ, ഫാമിൻ, പട്ടിണി എന്നാണ്, പട്ടിണി കേട്ടോ, ഫാമിൻ കമ്മീഷൻ. പട്ടിണിയെപ്പറ്റി പഠിക്കാൻ ഒരു കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്ത കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്, ശ്രദ്ധിക്കുക. അതായത് ദ ഫസ്റ്റ് ഫാമിൻ കമ്മീഷൻ എന്താണെന്ന് ചോദിച്ചാൽ 1880 കേട്ടോ, 1880 ഫസ്റ്റ് ഫാമിൻ കമ്മീഷൻ എന്നാണ് 1880. അതിൻ്റെ ഹെഡ് ആരായിരുന്നു? റിച്ചാർഡ് സ്റ്റാർച്ച് കേട്ടോ, ഹെഡഡ് ബൈ റിച്ചാർഡ് സ്റ്റാർച്ച്. ഓക്കെ, അപ്പം ആ ഒരു വർഷം കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. 1880 ഫസ്റ്റ് ഫാമിൻ കമ്മീഷൻ കേട്ടോ. ഫസ്റ്റ് ഫാമിൻ കമ്മീഷൻ എന്നാണ് 1880.
ഹെഡഡ് ബൈ റിച്ചാർഡ് സ്റ്റാർച്ച്. ആരാണ്? റിച്ചാർഡ് സ്റ്റാർച്ച്. ഓക്കെ ആണല്ലോ? ഓക്കെ. അതായത് ഈ പറയുന്ന പട്ടിണി എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണല്ലേ? വലിയൊരു പ്രശ്നമാണ് പട്ടിണി എന്ന് പറഞ്ഞാൽ. അപ്പം ഇപ്പം നമുക്ക് പട്ടിണി എന്താണെന്നൊന്നും അറിയില്ല അല്ലേ? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് അറിയാമോ? എനിക്കറിയില്ല. നിങ്ങൾ എന്നെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ പട്ടിണി എന്താണെന്ന് നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ അല്ലേ? എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഏറ്റവും വലിയ വികാരമാണത് പട്ടിണി എന്ന് പറയുന്നത്. അപ്പം പട്ടിണി ഉണ്ടാകുന്ന സമയത്ത് ഗവൺമെൻറ് ഈ പറയുന്ന ഇങ്ങനൊരു കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ട കാരണം ഇത് തന്നെയാണ്. ഈ പട്ടിണി ഉണ്ടാകുമ്പം ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് വേണ്ട ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു കൊടുക്കുക എന്നതല്ലാതെ അവർക്ക് ആ കർഷകർക്കുണ്ടാകുന്ന പട്ടിണിയെ പറ്റിയാണ്. അതായത് പണക്കാർക്കുണ്ടാകുന്ന പട്ടിണിയല്ലല്ലോ പട്ടിണി എന്ന് പറയുന്നത്. കർഷകർക്കാണ് പട്ടിണി ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ അവർക്ക് ഈ പറയുന്ന പട്ടിണി ഫാമിൻ, അതായത് പട്ടിണി ഉണ്ടാകുന്ന സമയത്ത് അതിന് വേണ്ട ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്നതിലുപരി പട്ടിണി ഉണ്ടാകാതിരിക്കാനുള്ള ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു കമ്മീഷനാണ് ഈ പറയുന്ന ഫാമിൻ കമ്മീഷൻ. അതായത് അവർക്ക് കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്നത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അവർക്ക് പട്ടിണി ഉണ്ടാകാത്ത രീതിയിൽ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള റൈറ്റ് ഗവൺമെൻറ്റിന് ഉണ്ടാകണം. അതാണ് ഈ പറയുന്ന ഫാമിൻ കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1880 ഫസ്റ്റ് ഫാമിൻ കമ്മീഷൻ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ക്ലിയർ ആണല്ലോ പറയുന്ന കാര്യങ്ങൾ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. ഇനി നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് 2 വർഷങ്ങൾ കൂടി ഉണ്ട്. അത് 1883. അത് നിങ്ങൾക്ക് അറിയാം അല്ലേ? 1883 പറയുമ്പോൾ എന്താണ്? ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് അല്ലേ? ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട്. ഈ ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ലോങ് ടേം ലോണാണ്. എന്താണ്? ഇറ്റ്സ് എ ലോങ് ടേം ലോണാണ്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊടുക്കുന്ന ലോണാണ്. അതായത് ഈ പറയുന്ന കൃഷിയിടങ്ങൾ കൃഷിയോഗ്യമാക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഈ കർഷകർ ഈ പറയുന്ന നേരത്തെ എടുത്തിട്ടുള്ള ലോണൊക്കെ അത് കുടിശ്ശികയായി കിടപ്പുണ്ടായിരിക്കും, അത് തിരിച്ചടയ്ക്കാൻ വേണ്ടി, അങ്ങനെയുള്ള ലോണുകളാണ് ഈ പറയുന്ന ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് പ്രകാരം നൽകിക്കൊണ്ടിരുന്ന ലോങ് ടേം ലോണുകളെന്ന് പറയുന്നത്. ഇതിന് ലോൺ നൽകുന്നതും ഈ ലോണിൻ്റെ തിരിച്ചടവും ഇൻസ്റ്റാൾമെൻറ്റ് തവണ വ്യവസ്ഥയിലാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 35 വർഷത്തേക്കാണ് ഈ പറയുന്ന ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 35 വർഷത്തേക്കാണ് ഈ പറഞ്ഞ ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത് ലോണിനെ പറ്റിയാണ് പറയുന്നത്? 1883 ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് പ്രകാരം കർഷകർക്ക് നൽകുന്ന ലോങ് ടേം ലോണിനെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷിയിടങ്ങൾ ഒരുക്കണ്ടേ, നല്ല കൃഷി ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ പഴയ കടങ്ങളുണ്ടെങ്കിൽ അത് കുറച്ചൊക്കെ അടയ്ക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞ ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് പ്രകാരമുള്ള ലോങ് ടേം ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ കാലാവധി 35 വർഷമാണ്. 35 വർഷം കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ ലോണ് തിരിച്ചടയ്ക്കുന്നില്ല എങ്കിൽ ഇത് തിരിച്ചു പിടിക്കാൻ വേണ്ടി എങ്ങനെയാണ് തിരിച്ചു പിടിക്കേണ്ടത്? അത് കളക്ടർ മുഖേനയാണ്, ത്രൂ കളക്ടർ കേട്ടോ. കളക്ടർ മുഖേനയാണ് ഈ പറയുന്ന ലോണ് ഇതിൻ്റെ തിരിച്ചടവ്, ആ നടപടിക്രമങ്ങൾ. അപ്പോൾ അവിടെയും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ റിലീഫൊക്കെ അവിടെയും കൊടുക്കും, അവരെ സഹായിക്കും. കാരണം മണി ലെൻഡേഴ്സ് ആണെങ്കിൽ അങ്ങനെ അല്ലല്ലോ. മണി ലെൻഡേഴ്സ് ആണെങ്കിൽ ഈ പറയുന്ന ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ കർഷകർക്ക് അവരെ നന്നായി ചൂഷണം ചെയ്യും. അതുകൊണ്ടാണ് ജില്ലാ കളക്ടറാണ് ഈ പറഞ്ഞ കളക്ടർ മുഖേനയാണ് ഈ പറഞ്ഞ ലോണിൻ്റെ തിരിച്ചടവ് 35 വർഷം കഴിഞ്ഞിട്ടും തിരിച്ചടയ്ക്കുന്നില്ല എങ്കിൽ തിരിച്ചു പിടിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രൊസീജിയർ അങ്ങനെയാണെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കും. അപ്പോൾ 1883 ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് കേട്ടോ. ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് ഇറ്റ്സ് എ ലോങ് ടൈം ലോൺ. മറന്നു പോകല്ലേ, പഠിച്ചു വെച്ചേക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 1884. അതാണ് അഗ്രികൾച്ചറൽ ലോൺ ആക്ട്. എന്താണ്? അഗ്രികൾച്ചറൽ ലോൺ ആക്ട്. ഇതെന്തിനാണ്? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞു, അതായത് കൃഷിയിടങ്ങൾ ഒരുക്കി. ഇനി എന്താ? കൃഷി ചെയ്യാൻ വേണ്ടിയാണ്. ലോൺ ഫോർ അഗ്രികൾച്ചർ പർപ്പസ്. ഇതൊരു ഷോർട്ട് ടൈം ലോണാണ്. ഇത് കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള ലോണാണ്. ഇതൊരു ഷോർട്ട് ടൈം ലോണാണ്. അപ്പം അഗ്രികൾച്ചറൽ ലോൺ ആക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ലോൺ ഫോർ അഗ്രികൾച്ചർ പർപ്പസ്, ഇറ്റ്സ് എ ഷോർട്ട് ടൈം ലോൺ. ക്ലിയർ ആണോ പറയുന്ന കാര്യങ്ങൾ? ഓക്കെ ആണല്ലോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? 1883 എന്താണ്? 1883 പറഞ്ഞാൽ ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട്. 1884 അഗ്രികൾച്ചറൽ ലോൺ ആക്ട്. ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് ലോങ് ടൈം ലോണാണ്. അഗ്രികൾച്ചർ ലോൺ ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോൺ ഫോർ അഗ്രികൾച്ചർ പർപ്പസ്, ഇറ്റ്സ് എ ഷോർട്ട് ടൈം ലോൺ.
1883 ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്റ്റും 1884 അഗ്രികൾച്ചർ ലോൺ ആക്റ്റും, അതായത് ലോങ് ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് 1883 ഷോർട്ട് ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന 1884 അഗ്രികൾച്ചർ ലോൺ ആക്റ്റും. അപ്പോൾ 1883 ലോങ് ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്റ്റും 1884 ഷോർട്ട് ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന അഗ്രികൾച്ചർ ലോൺ ആക്റ്റും അല്ലേ. അപ്പം ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് ആൻഡ് അഗ്രികൾച്ചർ ലോൺ ആക്ട് ആർ കളക്റ്റീവ്ലി നോൺ ആസ് തക്കാവി ആക്ട്. എന്താണ്? ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് ആൻഡ് അഗ്രികൾച്ചർ ലോൺ ആക്ട് ആർ കളക്റ്റീവ്ലി നോൺ ആസ് തക്കാവി ആക്ട് കേട്ടോ. എന്താണ് തക്കാവി ആക്ട്? അപ്പോൾ ശ്രദ്ധിക്കുക, ഗവൺമെൻറ് ഈ തക്കാവി ആക്ട് പ്രകാരം ലോൺ നൽകുന്നത് നേരിട്ടാണ്. മനസ്സിലായോ? ഗവൺമെൻറ് ഈ തക്കാവി ആക്ട് പ്രകാരം തക്കാവി ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് നേരിട്ടായിരുന്നു കേട്ടോ, നേരിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഗവൺമെൻറ് ഡാഷ് പ്രൊവൈഡ് ലോൺസ് ടു അഗ്രികൾച്ചറിസ്റ്റ് ഈസ് നോൺ ആസ് ഡാഷ് ലോൺസ്. എന്താണ്? ഗവൺമെൻറ് ഡയറക്ട്ലി പ്രൊവൈഡ് ലോൺസ് ടു അഗ്രികൾച്ചറിസ്റ്റ് ഈസ് നോൺ ആസ് തക്കാവി ലോൺസ് കേട്ടോ. അപ്പോൾ ആൻസർ കൃത്യമായിട്ട് പറഞ്ഞു, അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഗവൺമെൻറ് ഡയറക്ട്ലി പ്രൊവൈഡ് കേട്ടോ, ഗവൺമെൻറ് ഡയറക്ട്ലി പ്രൊവൈഡ് ലോൺസ് ടു അഗ്രികൾച്ചറിസ്റ്റ് ഈസ് നോൺ ആസ് എന്ത് ലോണാണ്? തക്കാവി ലോൺസ് കേട്ടോ. എന്താണ്? തക്കാവി ലോൺസ്. ക്ലിയർ ആണല്ലോ? നോട്ട് ചെയ്തല്ലോ? ഓക്കെ, ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ക്ലിയർ ആണോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ് ക്ലിയർ ആണല്ലോ? ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. വായിച്ചേ. ഡാഷ് ഈസ് ദ ഫസ്റ്റ് മ്യൂച്വൽ എയ്ഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ. ഡാഷ് ഈസ് ദ, അങ്ങനെ വായിക്കണേ, ഡാഷ് ഈസ് ദ ഫസ്റ്റ് മ്യൂച്വൽ എയ്ഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ. അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് റൂറൽ ഏരിയയിലെ കർഷകരുടെ പ്രശ്നങ്ങളാണ് അല്ലേ. എന്നാൽ നമ്മൾ ഇനിയും പഠിക്കേണ്ടത് അർബൻ ഏരിയയിലെ കാര്യങ്ങളാണ്. അർബൻ ഏരിയയിലെ കാര്യങ്ങളാണ്. അപ്പോൾ അർബൻ ഏരിയയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇനിയും പഠിക്കേണ്ട അടുത്ത വർഷം എഴുതുക 1889. 1889 ദ ഫസ്റ്റ് മ്യൂച്വൽ എയ്ഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ ഏതാണ്? അന്യോന്യ സഹകാരി മണ്ഡലി. എന്താണ്? അന്യോന്യ സഹകാരി മണ്ഡലി. ഏത് വർഷമാണ്? 1889. മറന്നുപോകല്, പഠിച്ചു വെക്കണം. 1889 അന്യോന്യ സഹകാരി മണ്ഡലി. ഓക്കെ, ഓർഗനൈസ്ഡ് ഇൻ ദ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് എവിടെയാണ്? ബറോഡ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ബറോഡ. എന്നാണ്? ഇൻ 1889. ഓക്കെ, അപ്പം ബറോഡയിലാണ്, വർഷം 1889. ഓക്കെ ആണോ? ഓക്കെ, 1889 ബറോഡയിൽ സ്ഥാപിതമായ അന്യോന്യ സഹകാര മണ്ഡലി ഓർഗനൈസ് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? വിത്തൽ ലക്ഷ്മൺ കേട്ടോ. വിത്തൽ ലക്ഷ്മൺ കാദ്വേക്കർ കേട്ടിട്ടുണ്ടോ? അങ്ങനെ അദ്ദേഹമാണ് കേട്ടോ. അതോടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു കേട്ടോ. വിത്തൽ ലക്ഷ്മൺ കാദ്വേക്കർ അദ്ദേഹമാണ് ഈ പറയുന്ന 1889 ബറോഡ എന്ന പ്രിൻസിപ്പൽ സ്റ്റേറ്റിൽ രൂപീകൃതമായിട്ടുള്ള മ്യൂച്വൽ എയ്ഡ് സൊസൈറ്റി ഓർഗനൈസ് ചെയ്ത് കേട്ടോ. ഓർഗനൈസ് ചെയ്തെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പറയുന്ന കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടതാണ്. കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ട് ആ 2 ക്വസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ ഈ പറയുന്ന ഹിസ്റ്ററിയുടെ ഭാഗങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക, നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക, വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.